എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഈ വീഡിയോ കാണുന്ന ഓരോ ആത്മാവിനും മഹാദേവന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കട്ടെ. ജീവിതത്തിന്റെ പല വഴിത്തിരിവുകളിലും തകർന്നുപോയ മനസ്സുമായി, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി കണ്ണുനീർ മറച്ചുവെച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്ന അനേകം ആളുകൾ ഇന്നിവിടെ ഈ സന്ദേശം കേൾക്കാനിരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് ഒരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ മനസ്സിൽ നാളുകളായി അടിഞ്ഞുകൂടിയ വേദനകൾക്കും ഭയങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു മറുപടി നൽകാനാണ് മഹാദേവൻ ഇന്ന് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച ഓരോ തകർച്ചയും, ഓരോ അപമാനവും, ഓരോ നഷ്ടവും മഹാദേവൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മൗന പ്രാർത്ഥനകളും രാത്രിയിലെ കണ്ണുനീരും ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ശിവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാദേവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ കാലം ആരംഭിക്കാനിരിക്കുകയാണ്. നാളുകളായി അടഞ്ഞുകിടന്ന വഴികൾ തുറക്കപ്പെടും. നിങ്ങളെ തളർത്തിയിരുന്ന നെഗറ്റീവ് ഊർജങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടുമാറി പ്രതീക്ഷയുടെ വെളിച്ചമെത്തും. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നങ്ങൾ എന്ന്. പക്ഷേ ശിവൻ പറയുന്നു, മഹാദേവൻ പറയുന്നു, പരീക്ഷണങ്ങൾ അവസാനിക്കുമ്പോഴാണ് അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത്. ഇടവമാസത്തിലെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആത്മീയ മാറ്റത്തിന് കാരണമാകാൻ പോകുന്നു. ശിവക്ഷേത്ര ദർശനം, പ്രാർത്ഥന, ഭക്തി, മനസ്സിന്റെ ശുദ്ധി ഇവ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കാൻ സഹായിക്കും. മഹാദേവൻ നിങ്ങളുടെ ഉള്ളിലെ ഭയം എടുത്തുമാറ്റി ആത്മവിശ്വാസം നൽകാൻ പോകുന്നു. പലർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. നാളുകളായി കുടുങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ടു പോകും. നിങ്ങളെ വഞ്ചിച്ചവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയും. എന്നാൽ പ്രതികാരം ചെയ്യേണ്ടതില്ലെന്ന് ശിവൻ പറയുന്നു. സമയം തന്നെയാണ് എല്ലാത്തിനും മറുപടി നൽകുക. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർക്കൊരു പ്രത്യേക ദൈവീക സംരക്ഷണം ഉണ്ടാകും. നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല. മഹാദേവന്റെ കൈ നിങ്ങളുടെ ജീവിതത്തിനുമേൽ ഉണ്ടാകുന്നു. ശിവന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങളും സാധ്യമാകുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ ശിവപാദത്തിൽ സമർപ്പിക്കുക. ഈ രാത്രി കഴിഞ്ഞാൽ ഒരു പുതിയ പ്രതീക്ഷയുടെ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കും. മഹാദേവൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ദൈവീക പിതാവിനെ പോലെയാണ്. ഭയപ്പെടേണ്ട എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് ഭയമാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, കുടുംബത്തെക്കുറിച്ചുള്ള വിഷമം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ച, ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ മനസ്സിനെ തളർത്തിയിരിക്കുന്നു. പല രാത്രികളിലും നിങ്ങൾ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഒരാളോടും തുറന്നു പറയാൻ കഴിയാത്ത വേദനകളുമായി നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതം അവസാനിച്ചു പോയതുപോലെ തോന്നിയ നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മഹാദേവൻ പറയുന്നു, നിന്റെ കണ്ണുനീർ വെറുതെ ആയിട്ടില്ല. നിങ്ങൾ ഏറെ നാളായി അനുഭവിക്കുന്ന തടസ്സങ്ങൾക്ക് ചിലപ്പോൾ മനുഷ്യരുടെ നെഗറ്റീവ് ചിന്തകളും കാരണമാകാം. നിങ്ങളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കാത്തവർ, നിങ്ങളുടെ സന്തോഷം സഹിക്കാത്തവർ കണ്ണീരിന്റെയും അസൂയയുടെയും ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവസാന നിമിഷം വരെ എത്തി തകരുന്നത്. ചില ബന്ധങ്ങൾ പെട്ടെന്ന് അകന്നു പോകുന്നത്, ചില അവസരങ്ങൾ കൈവന്നിട്ടും നഷ്ടമാകുന്നത്. എന്നാൽ ശിവൻ പറയുന്നു, ഇനി ആ നെഗറ്റീവ് ശക്തികളുടെ കാലം അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആത്മീയമായ ചില സൂചനകൾ ലഭിച്ചേക്കാം. ക്ഷേത്രഘണ്ഠയുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലൊരു പ്രത്യേക സമാധാനം തോന്നാം. ശിവന്റെ നാമം കേൾക്കുമ്പോൾ കണ്ണുകളിൽ കണ്ണുനീർ നിറയാം. ചിലർക്ക് സ്വപ്നങ്ങളിൽ ക്ഷേത്രമോ ദീപമോ നദിയോ ശിവലിംഗമോ കാണാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവിക ഊർജം പ്രവേശിക്കുന്നതിന്റെയും മഹാദേവൻ നിങ്ങളെ സംരക്ഷിക്കാൻ എത്തിയതിന്റെയും സൂചനകളായി കരുതപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സാമ്പത്തിക വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. നാളുകളായി തടസ്സപ്പെട്ടിരുന്ന പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയാം. ചിലർക്ക് പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കും. ചിലർക്ക് വിദേശ അവസരങ്ങൾ ലഭിക്കാം. ചിലർ തുടങ്ങാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ വിജയത്തിലേക്ക് പോകും. മഹാദേവൻ പറയുന്നു, നീ ഭയപ്പെട്ട് നിൽക്കരുത്. നീ ആരംഭിക്കൂ, ബാക്കി ഞാൻ നോക്കും. കുടുംബ ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഏറെ നാളായി സംസാരിക്കാതിരുന്നവർ വീണ്ടും അടുക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ മാറും. എന്നാൽ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അത് നിങ്ങളെ വേദനിപ്പിച്ചാലും അതിലൊരു ദൈവിക ഉദ്ദേശമുണ്ടാകും. കാരണം ശിവൻ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം സൃഷ്ടിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുകയാണ്. മഹാദേവൻ ഇന്ന് പ്രത്യേകിച്ച് പറയുന്നത് മനസ്സിന്റെ ശക്തിയെക്കുറിച്ചാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ ചെറുതായി കണ്ടു. എനിക്കൊന്നും കഴിയില്ല എന്ന് വിശ്വസിച്ചു. പക്ഷേ ശിവൻ പറയുന്നു, നീ ദുർബലനല്ല. നിന്റെ ഉള്ളിൽ അതിയായ ശക്തിയുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ നേരിട്ട പരീക്ഷണങ്ങൾ തന്നെ നിങ്ങളുടെ ശക്തിയുടെ തെളിവാണ്. മറ്റൊരാൾ ആ സാഹചര്യം നേരിട്ടിരുന്നെങ്കിൽ തകർന്നു പോയേനെ. എന്നാൽ നിങ്ങൾ ഇപ്പോഴും മുന്നോട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഹാദേവന്റെ അനുഗ്രഹം അടുത്തിരിക്കുന്നു. ഇടവമാസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നിങ്ങൾക്ക് ആത്മീയമായ സമാധാനം നൽകും.
പ്രഭാത സമയത്ത് ക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിന് ജലം അർപ്പിക്കുന്നത് മനസ്സിലെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ചെറിയ വഴിപാട് സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാനുള്ള പ്രതീകമായി കാണും. ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും മനസ്സിന് ആത്മവിശ്വാസവും സമാധാനവും നൽകുന്ന ആത്മീയ അനുഭവങ്ങളായി പലരും കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ സത്യസന്ധമായ സ്നേഹിച്ചപ്പോൾ അവർ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ സഹായിച്ചവരാണ് പിന്നീട് നിങ്ങളെ അപമാനിച്ചതും. ആ വേദന നിങ്ങൾ ഇന്നും ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. എന്നാൽ മഹാദേവൻ പറയുന്നു, നീ അനുഭവിച്ച വേദനയ്ക്ക് ഒരു അർത്ഥമുണ്ട്. കാരണം ആ അനുഭവങ്ങളാണ് നിങ്ങളെ കൂടുതൽ ശക്തനാക്കിയത്. ഇനി നിങ്ങൾ ആളുകളെ തിരിച്ചറിയാൻ പഠിക്കും. ഇനി നിങ്ങൾക്ക് ആരെ വിശ്വസിക്കണം എന്ന് മനസ്സിലാകും. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകാം. കാരണം ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു കണ്ണോടെ കാണാൻ തുടങ്ങും. നിങ്ങൾ പരാജയപ്പെട്ടവനല്ല. നിങ്ങൾ വൈകിയാണ് ജീവിതത്തിലേക്ക്, വിജയത്തിലേക്ക് പോകുന്നത്. ചില ജീവിതങ്ങൾ ഉടൻ പോക്കില്ല. ചില വിത്തുകൾക്ക് വളരാൻ സമയം വേണം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. മഹാദേവൻ ഇന്ന് നിങ്ങളോട് ക്ഷമയെക്കുറിച്ചും സംസാരിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഉടനെ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് അതെല്ലാം അറിയാം. പക്ഷേ ഉള്ളിലെ കോപം നിങ്ങൾക്ക് തന്നെ വിഷമമാകുന്നുവെന്ന് ശിവൻ പറയുന്നു. അതിനാൽ പതിയെ ആ വേദന വിട്ടേക്കാൻ ശ്രമിക്കുക. പ്രതികാരത്തെക്കാൾ വലിയ ശക്തിയാണ് സമാധാനം. സമയം വന്നാൽ സത്യം തന്നെ ജയിക്കും. ചിലർക്ക് ആരോഗ്യപരമായ ആശങ്കകൾ ഉണ്ടാകാം. മനസ്സിലെ സമ്മർദ്ദം ശരീരത്തെയും ബാധിച്ചിരിക്കാം. അതിനാൽ വിശ്രമം, പ്രാർത്ഥന, നല്ല ചിന്തകൾ എന്നിവ ജീവിതത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ശിവൻ നമ്മോട് പറയുന്നു. ആത്മീയത എന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടലല്ല, മറിച്ച് മനസ്സിനെ ശക്തമാക്കി ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് നേടലാണ്. മഹാദേവൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ദീപം തെളിയിക്കുക, പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക, കുടുംബാംഗങ്ങളുമായി സ്നേഹത്തോടെ സംസാരിക്കുക. കാരണം വീടിന്റെ ഊർജം മനുഷ്യരുടെ മനസ്സിനെ ബാധിക്കുന്നു. നിരന്തരം വഴക്കുകളും നെഗറ്റീവ് ചിന്തകളും നിറഞ്ഞ അന്തരീക്ഷം മനസ്സിനെ കൂടുതൽ തളർത്തും. എന്നാൽ സ്നേഹവും പ്രാർത്ഥനയും നിറഞ്ഞ അന്തരീക്ഷം മനസ്സിന് സമാധാനം നൽകും. നിങ്ങൾ ഒരുപാട് നാളായി ഒരു വാർത്ത കാത്തിരിക്കാം. ഒരു ജോലി, ഒരു പണം, ഒരു ബന്ധം, ഒരു തീരുമാനം. മഹാദേവൻ പറയുന്നു, ആ കാത്തിരിപ്പിന് ഒരു അവസാനം വരും. അപ്രതീക്ഷിതമായൊരു നല്ല വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ വിട്ട സമയത്താണ് ആ അനുഗ്രഹം എത്തുന്നത്. നിങ്ങളുടെ ആത്മാവിന് ഇപ്പോൾ ഏറ്റവും ആവശ്യം പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് മഹാദേവൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത്, നീ ഒറ്റയ്ക്കല്ല എന്ന്. ജീവിതം എത്ര ഇരുണ്ടതായാലും ഒരു ചെറിയ വെളിച്ചം മതി വഴി കണ്ടെത്താൻ. ആ വെളിച്ചമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പലർക്കും ഇപ്പോൾ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടും. ആളുകൾ ചുറ്റുമുണ്ടായിട്ടും മനസ്സിൽ ഒറ്റപ്പെട്ടതിന്റെ വേദന, ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ. എന്നാൽ ആത്മീയമായ ഒരു സത്യമാണ് ഇവിടെ പറയുന്നത്. ചില സമയങ്ങളിൽ മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നത് അവനെ ശക്തനാക്കാനാണ്. ആ ഏകാന്തതയിൽ നിന്നാണ് പലരും തങ്ങളുടെ യഥാർത്ഥ ശക്തിയെ കണ്ടെത്തുന്നത്. മഹാദേവൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നന്ദിയെയും ശക്തിയെയും കുറിച്ചാണ്. നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ എപ്പോഴും ജീവിതത്തിൽ ബാക്കിയുള്ള അനുഗ്രഹങ്ങളെ കാണാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കാൻ കഴിയുന്നത് പോലും ഒരു അനുഗ്രഹമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കുക എന്നതൊരു അനുഗ്രഹമാണ്. ഓരോ ചെറിയ സന്തോഷത്തെയും വിലമതിക്കുമ്പോൾ മനസ്സിലെ ഭാരം കുറയാൻ തുടങ്ങും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പഴയ വേദനകളിൽ നിന്ന് പുറത്തു വരണോ, അല്ലെങ്കിൽ അതിൽ തന്നെ കുടുങ്ങി കിടക്കണോ എന്നൊരു തിരഞ്ഞെടുപ്പ്. മഹാദേവൻ പറയുന്നു, ഭയപ്പെടാതെ മുന്നോട്ട് പോകൂ. പഴയത് അവസാനിക്കുമ്പോഴാണ് പുതിയത് തുടങ്ങുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന്. എന്നാൽ ഒരു ദിവസം പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആ പരീക്ഷണങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, മാറ്റാനായിരുന്നു എന്ന്. നിങ്ങൾ ഇന്നുള്ള വ്യക്തിയായി മാറാൻ ആ അനുഭവങ്ങൾ ആവശ്യമായിരുന്നു എന്ന്. മഹാദേവന്റെ അനുഗ്രഹം എന്നത് വെറും അത്ഭുതങ്ങൾ മാത്രമല്ല. ചിലപ്പോൾ അത് മനസ്സിൽ ലഭിക്കുന്ന സമാധാനമാണ്. ചിലപ്പോൾ ശരിയായ സമയത്ത് ലഭിക്കുന്ന ഒരു അവസരമാണ്. ചിലപ്പോൾ തെറ്റായ ആളുകളിൽ നിന്ന് അകന്നു പോകാനുള്ള ധൈര്യമാണ്. ചിലപ്പോൾ വീണ്ടും ചിരിക്കാനുള്ള മനസ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പഴയ വേദനകൾ മുഴുവനായും മറക്കാൻ സമയമെടുക്കും. പക്ഷേ നിങ്ങൾ പതിയെ സുഖപ്പെടും. മനസ്സിലെ മുറിവുകൾ അടയും. വീണ്ടും സ്വപ്നം കാണാൻ നിങ്ങൾ പഠിക്കും. വീണ്ടും വിശ്വസിക്കാൻ നിങ്ങൾ തുടങ്ങും. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും മഹാദേവൻ ഒരു കാര്യം പറയുന്നു, നിന്റെ സമയം വരുന്നു. മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. ഓരോ ആത്മാവിനും സ്വന്തമായ ഒരു യാത്രയുണ്ട്. നിങ്ങളുടെ യാത്രയും അതിൻ്റെ സമയത്ത് പൂക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് വളരെ ലളിതമാണ്. മനസ്സിലെ ഭയം കുറയ്ക്കുക, പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നല്ല ചിന്തകൾ വളർത്തുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, സഹായിക്കാൻ കഴിയുന്നിടത്ത് സഹായിക്കുക. കാരണം നിങ്ങൾ ലോകത്തിന് നൽകുന്ന ഊർജം ഒരു ദിവസം നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും. മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം, ആരോഗ്യം, സന്തോഷം, സാമ്പത്തികം, പുരോഗതി, ആത്മവിശ്വാസം എന്നിവ അയക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ സന്തോഷത്തിന്റെ വെളിച്ചം നിറയട്ടെ. നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ഭയം മാറട്ടെ.
നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം കേട്ട ശേഷം നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സമാധാനം തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ആ വിശ്വാസം കൈവിടരുത്. കാരണം മനുഷ്യനെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷ തന്നെയാണ്. ഓം നമഃ ശിവായ. ഇന്നത്തെ ഈ ദൈവീക സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനവും പ്രതീക്ഷയും കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ജീവിതം എത്ര കഠിനമായാലും ഓരോ ഇരുട്ടിനു ശേഷം ഒരു പ്രഭാതമുണ്ട് എന്ന സത്യം ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ നേരിട്ട വേദനകളും നഷ്ടങ്ങളും പരീക്ഷണങ്ങളും വെറുതെ ആയിട്ടില്ല. അവ നിങ്ങളുടെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കുകയും നിങ്ങളെ ഒരു പുതിയ ജീവിതഘട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്. മഹാദേവൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഭയപ്പെടേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കാണപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പതിയെ മാറ്റങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില മാറ്റങ്ങൾ ഉടൻ കാണാം, ചിലത് സമയമെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റും. അതിനാൽ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക. ശിവന്റെ നാമം മനസ്സിൽ സൂക്ഷിക്കുക. കഴിയുന്നപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുക. കുടുംബത്തോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടെ പെരുമാറുക. മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ പതിയെ വിട്ടയക്കുക. കാരണം സമാധാനമുള്ള മനസ്സിലാണ് ദൈവിക ഊർജം കൂടുതൽ തെളിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും സമ്പത്തും ആത്മവിശ്വാസവും നിറയട്ടെ. നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യത്തിന്റെ വെളിച്ചം തെളിയട്ടെ. നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മാറി പുതിയ അവസരങ്ങൾ തുറക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല സമയത്ത് സഫലമാകട്ടെ. മഹാദേവന്റെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.